ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ രാവിലെ നമുക്കൊരു ചേന പുഴുങ്ങാമെന്ന് എൻ്റെ മമ്മി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചേന പുഴുങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം പറമ്പിലിറങ്ങി ഒരു ചേനയൊക്കെ പിഴുതെടുത്തു. ചേന ഒക്കെ കുഴിച്ചെടുത്ത് ചേന അത് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പം മണ്ണ് അഴുക്കുമൊക്കെ പോകാൻ വേണ്ടി ക്ലീൻ ചെയ്യണം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും കമൻറ്റും തരിക, എന്നെ നല്ലവണ്ണം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ എല്ലാം സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെയൊക്കെ ഏതാണ്ട് ചേന കഴുകി വൃത്തിയാക്കി എടുത്തു. ഇനി അത് നല്ലവണ്ണം ഇത് പീസസ് ആക്കി എടുത്തിട്ട്, ഇത് വലിയ ചേനയാണ്, അത് കാരണം നമുക്ക് പീസസ് ആക്കി എടുത്തേ ചെത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പീസസ് ആക്കി എടുത്ത് നാലായിട്ട് മുറിച്ചു. എന്നിട്ട് ഇനി അത് ചെത്തി അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ട് അത് പിന്നെ ചെറിയ പീസസ് ആക്കും. ഓക്കെ, അപ്പം ചെറിയ പീസസ് ആക്കി എടുത്തിട്ട് അത് നല്ലവണ്ണം കഴുകിയെടുത്തിട്ട് നമ്മളൊരു കലത്തിലെടുത്ത് കുറച്ച് വെള്ളം, സമത്തിന് വെള്ളവും വെച്ച് അത് നല്ലവണ്ണം ഉപ്പിട്ട് പുഴുങ്ങി കഴിഞ്ഞതിന് ശേഷം അത് ഒരു ഊറ്റിയെടുത്തിട്ട് വേറൊരു പാത്രത്തിൽ അതെടുത്ത് വെക്കണം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ എന്തെങ്കിലും വേണ്ടേ, അതിന് കൊച്ചുള്ളിയും കാന്താരിയും ഉപ്പ് പുളി വെളിച്ചെണ്ണ ഇത്രയാണ് വേണ്ടത്. അപ്പം കൊച്ചുള്ളിയും കാന്താരിയും ഉപ്പും പുളിയും കൂടെ ഈ കല്ലിലിട്ട് നല്ലവണ്ണം ചതച്ചെടുത്തത് അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും പച്ചവെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ആക്കണം, കാരണം നമുക്ക് മുക്കി തിന്നണ്ടേ. അതാണ്ട് ചേന പുഴുങ്ങിയത് റെഡി ആയിട്ടുണ്ട്. ഇപ്പം കാന്താരിയും ഉള്ളിയും കൂടെ ഉടച്ചതും റെഡിയാകും. അപ്പോൾ രണ്ടും കൂടെ നല്ല കോമ്പിനേഷൻ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് റെഡി. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.